പഞ്ചാബിലെ ഒരു പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ആയ കഥ പ്ലസ് ഇൻഫോർമേറ്റീവ് വീഡിയോ ഓൺ എങ്ങനെയല്ല ഒരു പാർസൽ അയക്കേണ്ടത് എന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ പഞ്ചാബില് രാവിലെ ഇപ്പൊ ഇത്തിരി തണുപ്പുണ്ട്, അതുകൊണ്ട് ഹെയർ ഡ്രയർ വെച്ചൊന്ന് ചൂടായിട്ട് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. എന്റെ 4 വർഷം നീണ്ടു നിന്ന പഞ്ചാബിലത്തെ പഠിത്തം ഏകദേശം തീരാറായി. അതുകൊണ്ട് കുറച്ചായിട്ട് സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് അയക്കാൻ പോവാണ്. ഇന്ത്യൻ പോസ്റ്റിൽ വഴിയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പൊ വിന്റേഴ്സ് ആയതുകൊണ്ട് ഞാൻ സമ്മർ കളക്ഷൻസ് ഒക്കെ ആദ്യം 2 ട്രാവൽ ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കുമ്പോൾ ഇത്തിരി എളുപ്പമാവാൻ വേണ്ടി ഒതുക്കി വെക്കുകയാണ്. എന്റെ ഒരു അസംഷനിൽ ഇതൊരു 20 kg ഉണ്ടാവും. 20 kgന്റെ കണക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 20 kg പഞ്ചാബിന്ന് കേരളത്തിലോട്ട് അയക്കുകയാണെങ്കിൽ 785 rupees ആണ് ആവുക. പിന്നെ പാക്കേജിങ്ങും അവർ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ 250 rupees എക്സ്ട്രയും കൊടുക്കണം. പാക്കിംഗ് അവിടുന്ന് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് ട്രാവൽ ബാഗിൽ സാധനങ്ങൾ നിറച്ചിട്ട് അവിടുന്ന് അവരുടെ ബോക്സിലോട്ടേക്ക് മാറ്റും. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ടൈം 10:30 ആണ്. ഒരു ഓട്ടോ പിടിച്ചിട്ട് പോസ്റ്റ് ഓഫീസിലോട്ട് പോവാം. കുറച്ചു മുന്നേ പറഞ്ഞ ഒരു 20 kg അസംഷനില്ലേ, അവിടെയാണ് ട്വിസ്റ്റ്. ആ അസംഷൻ കാരണം എന്താ സംഭവിച്ചതെന്ന് അടുത്ത വീഡിയോ പറഞ്ഞുതരാം. പിന്നെ അടുത്ത പാട്ട് മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കെ.